ഹായ് ഹലോ വെൽക്കം ടു ദ ന്യൂ വീഡിയോ. ഗുരുവായൂരാണ് കേട്ടോ. പിന്നെ ഇന്നല്ല, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഗുരുവായൂർ ഏകാദശിയാണ്. അപ്പം നാട്ടിൽ 2-3 ദിവസം ഉണ്ടാവും. അപ്പം ഇന്ന് ഗുരുവായൂരൊക്കെ ഒന്ന് പോയിട്ട് അതൊക്കെ ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചു. ഏകാദശി എന്ന് പറയുമ്പം ഈ മറ്റേ എന്തിനാൽ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഉണ്ടാവുമല്ലോ, അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഗുരുവായൂർ മേൽപ്പാലാണ് കേട്ടത്. മേൽപ്പാലം പാലത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നല്ല വെയിലാണ്. ഉത്സവത്തിൻ്റെ സമയമായതുകൊണ്ടാണെന്ന് അറിയില്ല, കുറേ ബംഗാളികൾ ചെണ്ടയൊക്കെ ഉണ്ടാക്കുന്ന ടീമുണ്ടല്ലോ, അവരൊക്കെ കുറേ ഇവിടെയുണ്ട് കേട്ടോ. ഗുരുവായൂർ ബാലകൃഷ്ണ തിയേറ്റർ ഇത് എവിടെയായിരുന്നു കേട്ടോ, പൊളിച്ചു മാറ്റി. ഇവിടെ കുറേ ഉണ്ടല്ലോ. ഗേറ്റ് കടന്നിട്ട് നടക്കാം. മൊത്തം ചന്ത പോലെയുണ്ട് ഇവിടെ. ഇവിടെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. ഇങ്ങോട്ട് കടന്നാലും ഇവിടെയും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അവരൊക്കെ കാണിക്കല് വീഡിയോ എടുക്കേണ്ട ഏരിയല്ല കേട്ടോ, അല്ലെങ്കിൽ എനിക്കിട്ട് പൊങ്കാലിടും. പാലം കടന്നിട്ട് നേരെ കാണുന്നത് മഞ്ചോളാലാണ് കേട്ടോ. സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് കയറി കുറച്ച് പൈസ എടുക്കാണ്ടായിരുന്നു. ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അവിടുന്ന് ഈ സൈഡ് ഫുള്ള് ബസ്സുകളിട്ട് നിർത്തിയിട്ട് വേണം കേട്ടോ. കാരണം അവിടെ ബസ് സ്റ്റാൻഡിൽ പണിയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ബസ്സുകളൊക്കെ ഇവിടെയാണ് ഇടുന്നത്. ഗ്രൗണ്ടിലാണ് യന്ത്രൂഞ്ഞാല് സംഗതികളൊക്കെ സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അവിടെ പോയി നോക്കുക. ഇവിടെയൊക്കെ ഓരോന്ന് അവർ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരണക്കിണർ, വഞ്ചി കാര്യമായിട്ട് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ലല്ലോ. പക്ഷെ ഇവിടെ ആളുകൾ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ തീരെ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ രാത്രി വരും ഏകദേശം കാണാനായിട്ട്. ഇപ്പം വഴിയില്ലാത്ത വഴികളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നേരെ നടയുടെ അടിക്ക് നടക്കുകയാണ്. ഇവിടെ പ്രിയങ്ക ഫാൻസി ഉണ്ട്, അവിടെ പോയിട്ട് 1-2 സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. ഇവിടെ വെക്കട്ടോ. വാഷിൻ്റെ ബാറ്ററി മാറ്റണം. അതിൻ്റെ ഒരു ഷോപ്പ്, സ്ഥിരമായിട്ട് പോകുന്നൊരു ഷോപ്പുണ്ട് ഇവിടെ. അപ്പം അവിടെ പോയിട്ട് വാച്ചിൻ്റെ ബാറ്ററി മാറ്റാറുണ്ട്. ഗുരുവായൂർ എന്നാൽ ഈ സൈഡിലെ കടകളൊക്കെ നടന്ന് കാണാം. അതെല്ലാം രസമല്ല. വെറൈറ്റി തുണിക്കടകളും ഫാൻസി ഷോപ്പുകളും പിന്നെന്താ വിളക്ക് വിഗ്രഹങ്ങളുടെ ഒക്കെ ഒരുപാടുണ്ടല്ലോ. ഞാൻ സ്ഥിരമായിട്ട് പോകുന്നൊരു വാച്ച് കട ഉണ്ടായിരുന്നില്ല ഈ സൈഡിൽ. ഈ ഭാഗത്ത് എവിടെയോ ആണ്. അതൊന്നില്ലേ? ഓ ഇതാണ്. അങ്ങനെ വാച്ച് ബാറ്ററി മാറ്റിട്ടോ. 70 രൂപ ഒരു വാച്ച് ബാറ്ററി മാറ്റാൻ. നടയുടെ അവിടേക്ക് നടക്കുന്നില്ല കേട്ടോ. ഇവിടെ ഗുരുവായൂർ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ആ ഒരു ബിൽഡിങ്ങാണിത്. ഇപ്പോൾ ഇത് തെക്കേ നടയുടെ ഭാഗമാണ് കേട്ടോ. അവിടേക്ക് നടന്നിട്ട് അവിടെ കേശവൻ്റെയും പത്മനാഭൻ്റെയും സ്റ്റാച്ചു ഉള്ളത് ഈ ഭാഗത്താണ് കാണുന്നത്. സത്രമാണ്, ഗുരുവായൂർ സത്രം എന്ന് പറയും. ഗുരുവായൂർ ദേവസ്വം ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് ഡോർമിറ്ററി ആൻഡ് കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. അത് പുതിയതായിട്ട് വന്നതാണ്. അപ്പം അത്യാവശ്യം റേറ്റ് കുറവിലൊക്കെ ഗുരുവായൂർ വരുന്നവർക്ക് താമസിക്കാനൊക്കെ ആയിട്ട്
ഉള്ളൊരു സൗകര്യം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പുറത്താണ് കാണുന്നത് മരപ്രഭും പിന്നെ എലിഫന്റ് സ്റ്റാച്ചു ഒക്കെ ഇവിടെയാണ് അവിടെ ഉള്ളത്. ഞാൻ ഗുരുവായൂർ നാടേടെ ഓടിക്കൊന്നും പോകാതിരുന്നത് അവിടെ ക്യാമറ പല്ലോടല്ല, ഈ ഗോപുരം പിടിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെന്നെ പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ടൊന്നും അങ്ങോട്ട് കയറി എടുക്കുന്നത്. അപ്പോൾ ഗുരുവായൂർ തെക്കേ നടയാണ് കേട്ടോ. ഇവിടെ കാണുന്നത് പത്മനാഭൻ്റെയും ഇവിടെ പെയിൻറ്റും പണിയൊക്കെ നടക്കുന്നുണ്ട്. കേശവൻ്റെ സ്റ്റാച്ചുവും കൂടി ഉണ്ട് കേട്ടോ അവിടെ. നിങ്ങൾക്കറിയാലോ ഗുരുവായൂർ ദേവസ്വത്തിലെ 2 ആനകളാണ് കേശവനും പത്മനാഭനും. ഈ അടുത്തായിട്ട് തന്നെ, അടുത്തെന്ന് പറയാനില്ല, ഒരു വർഷം 2 വർഷമായി തോന്നുന്നു പത്മനാഭൻ ചെരിഞ്ഞിട്ട്. ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടത്. ഇതിൻ്റെ അവിടെയാണ്, കോമ്പൗണ്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റാച്ചു ഞാൻ കാണാറുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് കണ്ടിട്ടില്ല. ഒരു ഗരുഡൻ്റെ സ്റ്റാച്ചു, ഗുരുവായൂരപ്പൻ്റെ സ്റ്റാച്ചു ആണ്. പെയിൻറ്റിങ് ആണ് കേട്ടോ. മരപ്രഭുവും കേശവനെയും പത്മനാഭനൊക്കെ കണ്ടു. ഗുരുവായൂർ വരുമ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് കയറി ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാറില്ല. ഗുരുവായൂരമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയാണ് കേട്ടോ. ഇവിടെയും ഇതുപോലെ ഒരുപാട് കടകളുണ്ട്. ഗുരുവായൂർ കാഴ്ചകൾ. ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കറങ്ങി നടക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഷൂട്ടിംഗ് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യും, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, താഴെ കമൻറ്റ്സ് എന്തെങ്കിലും അറിയിക്കൂടാ.